ഒരു ചട്ടിയിൽ ഞങ്ങളെല്ലാവർക്കുമുള്ള ഉച്ചഭക്ഷണം ഇങ്ങനെ അങ്ങ് വിളമ്പി വെക്കും ദിവസവും. എന്നിട്ട് എല്ലാവർക്കും വാരി കൊടുത്തിട്ട് ഒരുമിച്ചങ്ങ് കഴിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ അവിടെയുള്ള ദിവസങ്ങൾ. ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത എൻ്റെ 2 മക്കളും അവിടുന്ന് മത്സരിച്ചായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഒരുമിച്ച് എന്നുള്ളത് എത്രത്തോളം വലുതാണെന്ന് ഞാൻ അവിടുന്ന് പഠിച്ചു. കോട്ടയത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള ഊണിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു കുഞ്ഞു കിച്ചണ്, സ്റ്റൗ ഒന്നുമില്ല, ഇൻഡക്ഷൻ കുക്കറിലുള്ള കുക്കിങ്. ചോറ് അവിടെ ഉണ്ടാക്കി വെക്കും, എന്നിട്ട് നമ്മൾ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇത് നമ്മളൊരു കുഞ്ഞു സ്റ്റോർ റൂമായിട്ട് സജ്ജീകരിച്ചതാണ്. ഇതിൽ നിന്ന് നമ്മൾ സോയാ ചങ്ക്സും അതുപോലെ തന്നെ വമ്പയറും എടുത്തു. ഇത് നമ്മളുടെ ഒരു കുഞ്ഞു ഫ്രിഡ്ജ്, അതിൽ നിന്ന് പാമ്പിനെ പിടിക്കുന്നത് പോലെ നമ്മൾ ബീട്രൂട്ട് എടുത്തു. ഇതെല്ലാം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഗായികയുടെ വീട് മുഴുവനായിട്ടും ഞാൻ കാണിച്ചു തരും. നല്ല രസമുള്ള വീടാണ്. ഇതാ നമ്മൾ ബീട്രൂട്ട് എടുത്തിട്ട് അതിനെ കുഞ്ഞതായിട്ട് നുറുക്കാൻ നമ്മുടെ അടുത്തൊരു കത്തിയുണ്ട്. ഇതെല്ലാം കുറേ സാധനങ്ങൾ അവിടെ നിന്ന് ഉമ്മ ഇങ്ങോട്ട് കൊടുത്തയച്ചതാണ് കോട്ടയത്തേക്ക്, നാട്ടിൽ നിന്ന്. പിന്നെ കുറച്ച് ഞാൻ ആമസോണിൽ ഈ ഇൻഡക്ഷൻ കുക്കിൻ്റെ സംഭവങ്ങളൊക്കെ, പാത്രങ്ങളൊക്കെ ആമസോണിലാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതൊക്കെയും നിങ്ങൾക്ക് ഞാനൊരു ദിവസം കാണിച്ചു തരാം. എല്ലാം നല്ല പ്രൊഡക്ട്സ് ആയിരുന്നു, കാരണം ഡെയിലി ഞാനത് തന്നെയല്ലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വമ്പയർ സോയാബീനാണ്. നമ്മളിവിടെ മീനൊന്നും അങ്ങനെ വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ സോയാബീനെ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട്, അറിയില്ലേ, കുതിർത്തി കുറച്ച് നേരം വെച്ചാൽ മതി. കുറേ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇതായിട്ട് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് നേരം വെക്കുക, എന്നിട്ട് നന്നായിട്ട് അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ജസ്റ്റ്, ഇതെല്ലാം സിമ്പിൾ കുക്കിംഗ് ആണ്, കുറേ സമയം എടുത്തിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. പക്ഷെ നല്ല രസമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മോനൊന്നും ഈ ചോറൊന്നും കഴിക്കാത്തതാണ്. പക്ഷേ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ ചട്ടിയിൽ ഇങ്ങനെ ആക്കി വെക്കും. എന്നിട്ട് അതിൽ അവസാനം പറയുന്നുണ്ട്, ചമ്മന്തിപ്പൊടിയും ഒക്കെ ഇടുന്നുണ്ട് നമ്മളതിൽ. എന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വാരി കൊടുക്കുക ചെയ്യും. എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കും. ഞാനും കഴിക്കും, അതിൻ്റെ കൂടെ വാരി കൊടുക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരിങ്ങനെ ചോദിച്ചു വരും ആ ചോറിന് വേണ്ടിയിട്ട്. ആ ചമ്മന്തി അച്ചാറൊന്നും ഒരിക്കലും കഴിക്കാത്ത കുട്ടികളാണ്. പക്ഷേ ഇതൊക്കെ കൂടെ കൂട്ടിക്കുഴച്ചിട്ട് നല്ല രസമായിട്ടുള്ള ഭക്ഷണമായിരുന്നു ഞങ്ങളുടേത് അവിടെ ഉണ്ടായിരുന്നത്. ആ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് സംഭവം ഒരുമിച്ച് ആസ്വദിച്ച് കഴിക്കലാണ്. നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ ടിഫിൻ ബോക്സൊക്കെ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീലില്ല, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു ശരിക്കും നമ്മൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വീട്ടിൽ നിന്നൊക്കെ കഴിക്കാത്ത സാധനങ്ങളൊക്കെ പണ്ട് കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. എന്തെങ്കിലും വീട്ടിൽ നിന്ന് കഴിക്കാൻ വലിയ ഇതൊന്നും ഉണ്ടാവില്ല, വലിയ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ കോളേജിലെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളും കൂടിയിട്ട് നമ്മളും അത് കഴിക്കും. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുപോലത്തെ ഒക്കെ ഒരു അനുഭവമായിരുന്നു ഇത്. നമ്മൾ ജസ്റ്റ് ബീട്രൂട്ട് ഒന്ന് വേവിച്ചിട്ട് അതിലേക്ക് തൈര് ഒഴിക്കുന്നതാണ്. പച്ചടി എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് കുക്കിങ്ങൊക്കെ ഒരു തട്ടിപ്പ്, സിമ്പിളായിട്ടുള്ള കുക്കിങ്ങാണ്, എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുക്കിങ്ങൊക്കെ ആയിരുന്നു. പക്ഷേ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല, നമ്മളൊരു ആംബിയൻസ് ആണല്ലേ, നമ്മുടെ ചുറ്റുപാടുകളാണ് നമുക്ക് സന്തോഷം തരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതൊക്കെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടേതായ അനുഭവങ്ങളും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകണം. കാരണം ഇതൊക്കെ നമ്മുടെ ഓർമ്മകളാണല്ലേ. ആ ടിഫിൻ ബോക്സിലൊക്കെ ചമ്മന്തിയും മുട്ടയും ബാക്കിയുള്ള എല്ലാവരും കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങളും ഒക്കെ കൂടെ മിക്സായിട്ട് കഴിക്കുന്നതും, ചിലപ്പോൾ വീട്ടിൽ നിന്ന് നല്ല പുളിയുള്ള സാധനമായിരിക്കും, അപ്പോൾ നമുക്ക് തീരെ ഇഷ്ടമുണ്ടാവില്ല. അത് കോളേജിലേക്ക് കൊണ്ടുപോയ അനുഭവം, അവിടെ നിന്ന് നമ്മളും കൂടെ അടി കൂടിയിട്ടായിരിക്കും അത് കഴിക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ളൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമുക്ക്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയാമെന്ന് പറയുമ്പോൾ ഒരു രസമല്ല. ഇനി ഇതാ സോയാബീനാണ്. സോയാബീനിലൊന്നുമില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ല വെളിച്ചെണ്ണ വേണം. പിന്നെ അത്യാവശ്യം നന്നായിട്ട് വേണം അല്ലേ എണ്ണ. സോയാബീന് നല്ല രുചിയിൽ കിട്ടണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടുക. ഞാനിവിടെ മീൻ പൊരിക്കാത്തതിന് ഒരു കാരണമുണ്ട്. കുട്ടിപ്പായും തടിയാപ്പയും ഒക്കെയാണ് കാരണക്കാർ, മറ്റാരുമല്ല, അവർ പൂച്ചകളാണ്. എനിക്ക് പൂച്ചേനെ അവരിങ്ങനെ ദൂരെ നിന്നൊക്കെ നോക്കാൻ ഇഷ്ടമാണെങ്കിലും അവർ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് കുറച്ച് പേടിയാണ്. അപ്പോൾ ഇവിടെ മീൻ പൊരിക്കുമ്പോൾ അവരിങ്ങോട്ട് ഓടി വരും. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചോറ് അങ്ങോട്ട് വിളമ്പിയാലോ, നല്ല രസമാണ്. അടിയിൽ വിളമ്പണം കേട്ടോ ഈ സംഭവം. ഈ നമ്മൾ പറയുക, ഈ തൈര്, ബീട്രൂട്ട് തൈര് കറി അല്ലേ, അത് നമ്മൾ ചട്ടിയുടെ താഴെ വിളമ്പിയിട്ട് എന്നിട്ട് അതിൻ്റെ മേലേക്ക് ചോറിടണം. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇങ്ങനെ താഴെക്കൂടെ എടുക്കുമ്പോഴുള്ള ഒരു രുചിയുണ്ട്, ഭയങ്കര രസമാണ്. ബീട്രൂട്ടും ചോറും ഇട്ട് എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വമ്പയറും കൂടെ അങ്ങോട്ട് ഇടുക. ഈ കുട്ടികൾ വമ്പയറൊന്നും കഴിക്കാത്തതാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അത് നമ്മളിങ്ങനെ ആസ്വദിച്ചിട്ട് ഒരുമിച്ച്, ഞാൻ പറഞ്ഞില്ല, ഒരുമിച്ച് കൊടുക്കുക. അപ്പോഴവർ എന്ത് കൊടുത്താലും കഴിക്കും.
അങ്ങനെ നമ്മൾ വമ്പയറിട്ടതിന് ശേഷം പിന്നീടാണ് ഇതിൻ്റെ അലങ്കാരപ്പണികളൊക്കെ. ഇതിൽ നമ്മളിതാ ഒരു വെപ്പിലക്കാട്ടി എന്ന് പറയുന്ന ഒരു ചമ്മന്തിപ്പൊടി അവിടെ കിട്ടുമായിരുന്നു, നല്ല ടേസ്റ്റാണ്. പിന്നെ മീനിന് പകരം ഞങ്ങൾക്ക് മീനിൻ്റെ അച്ചാറും അതുപോലെ തന്നെ മീനിൻ്റെ ചെമ്മീൻ പൊടിയും ഉണ്ടായിരുന്നു, ചമ്മന്തിപ്പൊടി. അപ്പോൾ അതൊക്കെ ഉണ്ടാവും ഇതിൽ. വന്ന് ഇഷ്ടംപോലെ ചമ്മന്തിപ്പൊടിയും അതുപോലെ തന്നെ ആ ചെമ്മീൻ ചമ്മന്തിപ്പൊടിയും വെപ്പിലക്കാട്ടി നല്ല രുചിയാണ്. കോട്ടയത്തുകാർക്ക്, എനിക്ക് വേറെ ആർക്കും അതറിയാവുമെന്നറിയില്ല, എന്തായാലും അത് കഴിച്ചവരൊന്ന് പറഞ്ഞേക്കണം. എന്നിട്ട് ആ സോയാബീനും കൂടെ അതിന് മേലെ ഇട്ടിട്ട് നമ്മളൊരു പിടി അങ്ങ് പിടിക്കും. ആ തൈരിൽ കിടന്നിരിക്കുന്ന ആ 2 പച്ചമുളകും കൂടെ, അല്ല ചീനമുളക് ഉണ്ടെങ്കിൽ ചീനമുളകും കൂടെ അതിലൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ചീനമുളകൊക്കെ ഇങ്ങോട്ട് അതിലേക്ക് ചീച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഓരോ ഉരുളകളായിട്ട് ഇങ്ങനെ വാരി കൊടുത്തിട്ട് നമ്മളും കഴിക്കുക. കുറച്ച് കൊതി വന്നില്ലേ? അല്ലെങ്കിലും ഈ ഒരുമിച്ചുണ്ണൽ നമ്മുടെ ജീവിതത്തിൻ്റെ കൊതിയുള്ള ഒരു ഭാഗമാണ്. ഉണ്ണൽ മാത്രമല്ല, ഒരുമിച്ചാവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ യാത്രകൾ ഒരുമിച്ചാവട്ടെ. കൂടെ കൂടിക്കോളൂ.